യുദ്ധത്തെ വെറുത്തുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത് ഏറെ മനോവിഷമമുള്ള ഒന്നാണ്. ധർമ്മത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ദുഃഖദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാലം അതാണ് കാത്തുവച്ചിരിക്കുന്നത്. ഏതൊരു അപകടസന്ധിയിലും യുധിഷ്ഠിരൻ മനസ്സിനെ നിയന്ത്രിച്ചിരുന്നു. പക്വതയും വിവേകവും ആത്മനിയന്ത്രണവും ഈശ്വരഭക്തിയുമൊക്കെ ആവോളം കൈമുതലായി ഉണ്ടായിരുന്നു യുധിഷ്ഠിരന്. അനുജന്മാർക്കെല്ലാം യുധിഷ്ഠിരൻ സാത്വികമായ ഒരു തണൽ വൃക്ഷം തന്നെയായിരുന്നു. കർണൻ തന്റെ ജ്യേഷ്ഠനാണെന്നറിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി വിലപിച്ചു യുധിഷ്ഠിരൻ. സ്വന്തം അമ്മയെയും സ്ത്രീവർഗത്തെ ഒന്നാകെയും ശപിച്ചു. സ്ത്രീകൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാതെ വരട്ടെ എന്നതായിരുന്നു ശാപം. ജീവിതത്തിലെ ദുഃഖങ്ങളിൽ തകർന്ന മനസ്സുമായി യുധിഷ്ഠിരനെ പലപ്പോഴും മഹാഭാരതത്തിന്റെ ആ വഴികളിൽ നമുക്ക് കാണാം. ഒടുവിൽ സ്വർഗാരോഹണ സമയത്ത് ദ്രൗപദിയും തന്റെ സഹോദരന്മാരും ഒന്നൊന്നായി മരിച്ചു വീഴുന്നത് തിരിഞ്ഞു നോക്കാതെ നിസ്സംഗനായി നടന്നു നീങ്ങുന്ന യുധിഷ്ഠിരൻ.